ചെറിയ പീക്കിരാൻ പോലത്തെ ഒരു കുഞ്ഞി ഒരു കുയിലേക്ക് തുള്ളുന്നു. നോക്ക് നോക്ക്. ഞാനല്ലാതെ എനിക്ക് ഇട്ടത്. നീയാണ്. സുമേഷ് ചേട്ടാ വാ വാ. നോക്കി നടക്കണ്ടേ ചേട്ടാ? വഴിയിലാണ് കൊണ്ടുവരാറ്. സുമേഷ് ചേട്ടൻ കയറി വാ. എന്ത് പണിയാ കാണിച്ച്? ചവിട്ടി പൊളിക്കിട്ടില്ല. എന്റെ നെഞ്ചു വേണ ചവിട്ടിക്കോ, ഇത് ചവിട്ടിക്കൂടാ അല്ലേ? എന്താ സുമേഷ് ചേട്ടാ ഈ വഴിക്ക്? ഞാൻ കടയിലെത്തിയപ്പോഴാണ് അറിയുന്നത് തന്റെ കാലൊടിഞ്ഞു വരും. അപ്പൊ ഞാനൊന്നും ഒരു കയറിയതാണ്. ഒന്നും പറയണ്ട സുമേഷ് ചേട്ടാ, ഞാൻ ആ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് മുകളിൽ കയറിയതാ. അതിലേക്ക് ഇറങ്ങണ വഴിക്ക് കാലങ്ങോട്ട് തന്നിട്ട് ഒരൊറ്റ വീഴ്ചങ്ങട്. ഇവിടെ താൻ എന്തിനോട് ഈ പ്രായത്തിൽ ഈ ടാങ്ക് കയറാനൊക്കെ മേളിൽ കയറണത്? അതിനല്ലേ ഒത്തിനൂടെ ഉള്ളത്. ഇവനാ അവനൊക്കെ അതിന് എവിടെ സുമേഷ് ചേട്ടാ സമയം? ഈ ഫോണിൽ കളിക്കാനുള്ള സമയമുള്ളൂ. എന്നിട്ടിപ്പോ ഡോക്ടർ എന്ത് പറഞ്ഞു? ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. ആ അപ്പൊ അതല്ല പ്രശ്നം, ഒരു മാസം കാലളകാണ്ട് അങ്ങനെ ഇരിക്കണം. കഷ്ടകാലം. അല്ല ഇപ്പൊ എന്താ പറയാ? താൻ ഒരുപാട് ഓടി നടന്നതല്ലേ, ഒരു മാസമല്ലേ ഉള്ളൂ. താൻ റെസ്റ്റ് എടുക്കണോ? ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഇറങ്ങണപ്പോ എനിക്ക് കുറച്ച് ധൃതി ഉണ്ടോ. എന്നാ പിന്നെ സമയം കിട്ടുമ്പോ ഒക്കെ വരണം. പിന്നെ വരൂലേ? പറ്റുന്ന വൈകിട്ട് ഇറങ്ങി മിണ്ടി പറഞ്ഞിരിക്കാം. ശരി ശരി. ഞാൻ പറഞ്ഞേ 1.5 ലക്ഷം രൂപ മുതലാണ്. നിങ്ങൾ രണ്ടാളത് എന്ത് ഭാവിച്ചാടാ? എന്നെ അച്ഛനെന്താണ് ഞങ്ങളിവിടെ വെറുതെ ഇരിക്കല്ലേ? വെറുതെ ഇരിക്കല്ലേ? നീ എന്നാ ബാങ്ക് വരെ പോയിട്ട് വാ. അച്ഛൻ എന്തിനീ മാസം മാസം കൊച്ചച്ഛന് പൈസ അയച്ചു കൊടുക്കണം? ഞാനൊരു 100 രൂപ ചോദിച്ചാൽ തരൂലല്ലോ. നിനക്ക് എന്തിനാ പൈസ ഉള്ളത്? നെറ്റ് കയറ്റിട്ട് കുത്തി കുത്തി കളിക്കാനാ? നിന്റെ അച്ഛനെന്ത് ദുഷ്ടനാന്ന്. എന്തെല്ലാം പണിയായി ചെറിയ പ്രായത്തിൽ നിന്നോട് പറയുന്നു. എന്നോട് ഒരു പണിയും പറയില്ലാട്ടാ. ഡൗണിയെ നീ ഇപ്പൊ എന്താ അവനോട് പറഞ്ഞു? ബാങ്കിൽ പോണെന്ന് പറയാന്ന് അച്ഛാ. ചെല്ല് വേ ചെല്ല്. അച്ഛ അതിന് ബാങ്ക് വരെ പോണ എന്തിനാണ്? ഞാൻ കൊണ്ടുപോയി ആ പൈസ CDM ഇട്ടിട്ട് മൊബൈൽ ബാങ്കിങ് ചെയ്താ പോരാ കൊച്ചച്ഛന്? നീ കഴിഞ്ഞ പ്രാവശ്യം എന്റെ കാശ് മേടിച്ചുകൊണ്ടിട്ട് പോയതല്ലേ കൊച്ചച്ഛനയക്കെ? എന്നിട്ട് പാവാതെ അവന് കിട്ടിയില്ല. അത് എന്റെ കീശയിലേക്ക് എത്തിയത്. കീശല്ല, അത് ബാലൻസ് ഉണ്ടായില്ല, പിടിച്ചു പോയതാണ്. ആ കീശയില് 3000 ഉറുപ്പുണ്ട്. നീ അത് എടുത്തു കൊണ്ടുപോയിട്ട് എന്റെ അക്കൗണ്ടിലെ ബാങ്കിലിടാം. എന്നിട്ട് അതിൽ നിന്ന് കൊച്ചച്ഛന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് മെസ്സേജ് വരും. 3000 ഉറുപ്പിയും പിന്നെ കൊച്ചച്ഛന്റെ അക്കൗണ്ട് നമ്പറും ചെക്ക് ലീഫും അവിടെ ഉണ്ട്. എടുത്തിട്ട് ബാങ്ക് ചെല്ലി. എനിക്കൊന്നും പറ്റില്ല, ഉണ്ണി പോകും. നീ എല്ലാം കൂടി ചൂട്ടി കൂടി കത്തിക്കിഞ്ഞ വണ്ടിയില്ല അച്ഛൻ്റെ അടുത്ത്. ഉണ്ണിയുടെ വണ്ടി വരും. ഉണ്ണിയെ വണ്ടി കൊടുത്താ പോയിട്ട് വാ. എന്തൊരു കോംപ്ലിക്കേഷൻ കാര്യമാണ്. എന്ത് കട്ടോന്ന് നോക്കെ. 3000 രൂപ അക്കൗണ്ടിൽ അടക്കാൻ 3000 രൂപ പോരാട്ടോ, അതിന്റെ ഫീസൊക്കെ വേണം. അതിനെ എന്റെ അക്കൗണ്ടിൽ 1000 രൂപ കിടക്കുന്നുണ്ട്. നീ ചെല്ലാൻ നോക്ക്. റിസ്ക് പിടിച്ച പണിയാത്. അത് അവന്റെ ഓയക്കോ എങ്ങാടാ? ഞാൻ നോർത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക്. ഞാനും നോർത്ത് ഇന്ത്യ ബാങ്ക് എടുക്കാണല്ലോ. അന്നാ കേറിക്കോ. ഇതിന്റെ മുകളിലോ? എന്താ? ഇവിടെ ചവിട്ടി കേറിക്കോ. ചവിട്ടി കേറിക്കോ. ഇതിന്റെ കോണി എവിടെ? ധോണിയൊന്നും വേണ്ടേക്ക്, ഇവിടെ ചവിട്ടി കേറിക്കോ. ആ കുട കുത്തിയിട്ട് കാല് എങ്ങനെ ഇതുവരെ എത്തണ്ടേ? ഒരു കാര്യം ചെയ്യ്, ആ സർവേക്കല്ലിന്റെ അവിടേക്കൊന്ന് വെക്ക്. അന്നാ ഇക്ക നടന്നു വരും, ഞാൻ പോട്ടെ. അല്ലട ചങ്ങായി, ഞാനും വരാം. ഞാൻ സർവേക്കല്ലിന്റെ അവിടേക്കൊന്ന് തള്ളിയേ. ഞാൻ തള്ള. കൊമ്പൻ ചെല്ലിയുടെ മോന്തയും തേളിന്റെ വാലും. എന്തത് സാധനം? ഇവിടെ നിർത്തി. ഒരു മിനിറ്റ്, ഈ കോടൊക്കെ നിങ്ങടെ നോക്കട്ടെ. അല്ലാഹുവേ ബിസ്മില്ലാഹി തവക്കലത്തു അലല്ലാഹ്. വിമാനത്തിന് കയറണം എന്നുള്ളത് ഞാൻ കാല് വെക്കേണ്ട സ്ഥലം. ബ്രേക്കാണ് അത്. എന്റെ കാല് എവിടെ? പുറകോട്ട് വെക്ക്. അടച്ച റബ്ബേ. ഇരുന്നല്ലേ? ഇരുന്ന് കൊട്ടാപ്പുറത്ത് കയറിയ മാതിരി അപ്പൊ ഇരിക്കണം. ഞാൻ പോട്ടെ. പോയിക്കോ. ഇത് എവിടെയാണ് ചെല്ലേണ്ട? 3000 രൂപ.
3000 രൂപ കൊച്ചച്ഛന് ഇടാൻ വേണ്ടിട്ടേ. ആർക്കാ ചട്ടോ ഇവിടെ അതിനൊക്കെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കാം. എനിക്ക് പൈസ ഇടാനോ എടുക്കാനോ എന്തെല്ലാം സൗകര്യം ഉണ്ട്. അപ്പൊ ഞാൻ അപ്പോഴത്തെ കാര്യം നടത്തട്ടെ. ഇജന്റെ കാര്യങ്ങൾ എന്താ വെച്ചാൽ ഞാൻ ബാങ്കിൽ വന്നിട്ടില്ലേ, ഇത്ര ആൾക്കാരൊക്കെ ആൾക്കാരെല്ലാവരും ആൾക്കാർ സഹായിക്കാൻ ആൾക്കാരില്ലേ. പിന്നെന്താണ് എന്റെ ആവശ്യം എന്താ വെച്ചാൽ പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞ ആ കാര്യം നടന്ന് ഇജ്ജാ പോയിക്കോ. പിന്നെ പോകുമ്പോ എന്നെ വിളിക്കണം കേട്ടോ. ഞാൻ അവിടെ ആ സ്റ്റെപ്പിന്റെ അവിടെ എവിടെ നിൽക്കാം വണ്ടിമ കയറാനേ. മാനേജർ എന്തിനു മാനേജർ എന്റെ ആവശ്യം എന്താ വെച്ചാൽ അതിന് ആൾക്കാരുണ്ടോ ചങ്ങായി ഓരോ കേബിലേക്ക് ഇന്ന ചിറ്റിക്കല്ല. ഞാൻ ഇപ്പൊ വരാം. എന്നാ ശരി. ആ സാറേ നമസ്കാരം ഉണ്ട്. നമസ്കാരം, ഇരിക്കൂ. എനിക്ക് ഒരു 3000 രൂപ കൊച്ചച്ഛൻ അയച്ചു കൊടുക്കണം. അച്ഛൻ പറഞ്ഞിട്ടാണ്. അപ്പൊ അത് ആരെ കാണണ്ടേന്ന്. കൗണ്ടർ ചെന്നാ മതി, കുഴപ്പമൊന്നുമില്ല. ഏത് കൗണ്ടറിൽ എന്റെ ചെക്ക് ബുക്ക് തീർന്നിട്ട് അത് രണ്ടാമത് ഒരു ചെക്ക് ബുക്ക് കിട്ടാൻ വേണ്ടിട്ട് അതിന്റെ ഒരു പേജില് എഴുതി സൈൻ ഇതൊക്കെ എന്താ പറയൂലൊക്കെ ഇട്ട് കൊടുത്ത് അപ്പൊ അത് ഇതുവരെ കിട്ടിയില്ല. വീട്ടഡ്രസ് ശരിക്കല്ലേ കൊടുത്തത്? പിന്നെ അതൊക്കെ കറക്റ്റ് ഇതായിട്ട് തന്നെയാണ്. അത് അതിന്റെ മരുമോളാണ് എഴുതിയത്. ഏകദേശം കൊടുത്തിട്ട് എത്ര ആയിട്ടുണ്ടാവും? കൊടുത്തിട്ട് ഇപ്പൊ ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞ്. 3-4 മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. 3 ആണോ 4 ആണോ 5 ആണോ എന്നുള്ള കൃത്യമായിട്ട് പറയണം. അല്ലെങ്കിൽ ഞാൻ ജനുവരി മുതൽ നോക്കേണ്ടി വരില്ലേ? അതിപ്പോ അത് കൃത്യമായിട്ട് പറയാണെച്ചാല് എന്റെ മരുമോള് പ്രസവിച്ചിട്ട് 4ന്റെ അണ്ണാന്ന് ഞാൻ ഇവിടെ വന്നത്. അത് ഉറപ്പുള്ള കാര്യ. മരുമോള് പ്രസവിച്ചത് എന്നാന്ന് എനിക്ക് അറിയില്ലല്ലോ. അറിഞ്ഞില്ലേ? ഇല്ല. എന്താ പറയണേ? പ്രസവിച്ച് സുഖപ്രസവം അറിഞ്ഞ നല്ല 1-ാം തരം ആൺകുട്ടി, ഒരു കുഴപ്പമില്ല. അതൊക്കെ നല്ല ആഘോഷത്തിൽ കഴിഞ്ഞ് അവിടെ പിന്നെ ഉട്ടമുടി കളിച്ചലിന് അവിടുന്ന് വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ 10-15 ആൾക്കാരൊക്കെ വന്നത് നല്ല ആഘോഷം. ഒരു മൂലിക്കുട്ടീനെ കറുത്ത് ഉസാറായി പരിപാടിയൊക്കെ. എന്താ അവിടുന്ന് ഓരോ ഒരു ചെമ്പ് പലഹാരം കൊണ്ടുവന്ന് വയ്യ. എന്താ പറഞ്ഞിട്ട് കാര്യം? ഉറക്കല്ല കുട്ടിക്കേ. 12 മണി കഴിഞ്ഞിട്ടാ ഓനെ എണിക്കുക. പിന്നെ അപ്പം മുതൽ എൻ്റെ തോളത്തിട്ട് പറഞ്ഞിങ്ങനെ തട്ടി ഉറക്കല്ല. എന്താ പിക്കും ഓൾക്കും പണി അവിടെ കുട്ടീനെ ഉറക്കല്. ഭയങ്കര ദിവസം എന്താ കാണണ അതിൻ്റെ ഓനെ കാണിക്കല് കണ്ടാല് അത്രക്കൊരു ഇതാ പറയാ. എന്നാ ശരി ട്ടോ. ഒന്നുകൂടി ഇരിക്കവിടെ. എന്താണ്? എന്തിനാ അങ്ങോട്ട് വന്നത്? ചെക്കൂക്കിനെ വന്നായി. അത് വേണ്ടേ? അത് വേണം. അത് ചോദിക്കണ്ടേ? ഞാനേ വർത്താനത്തിന് പറ്റും. ചെക്കന്റെ കാര്യം പറഞ്ഞ പിന്നെ ഓരോ ഇതിലേക്ക് അങ്ങോട്ട് പോകും. അപ്പൊ 3-ാം മാസോ 4-ാം മാസോ? ആർക്ക് എന്നല്ല, ചെക്ക് ബുക്ക് ഇവിടെ കൊടുത്തിട്ടേ. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ. മറ്റേ ഞാൻ എന്നാ ഭാര്യനെ ഓളൊന്ന് വിളിച്ചോക്കട്ടെ കേട്ടോ. അപ്പൊ അതായിരിക്കും അതിന്റെ ശരി. ചോദിക്കേ. ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ. സാറേ, ഈ ചെക്കിന്റെ 3000 രൂപ ഇളയച്ചനെ അയക്കാൻ വേണ്ടിട്ടാണ്. ഇളയച്ചനെ അയക്കാനേ 3000 രൂപ പോസ്റ്റിൽ വെച്ചാൽ പോരെ? അഡ്രസ് എഴുതിയിട്ട്? ഇല്ല സാറേ, രജിസ്റ്റർ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇനി പെട്ടെന്ന് കിട്ടുന്നതിന്റെ കൊറിയർ ചെയ്താൽ പോരെ? ഇല്ല, ചെക്ക് തന്നിട്ടുണ്ട്. അച്ഛന്റെ അക്കൗണ്ടിൽ നിന്ന് അയക്കണം ചെക്കൊക്കെ. അത് ശരി. സാറേ, ഈ 3000 രൂപ അയക്കാനാണ്. അത് ശരി. ഇത് ട്രാൻസ്ഫർ ചെയ്യാനാ പറയണേ? ട്രാൻസ്ഫർ ചെയ്യാനാ പറയണത്. ഇതാണ് അതിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നത്. ഇളയച്ചനെ അയക്കണം. അത് ആർക്കായാലും അവിടെ ഒരു മേശപ്പുറത്ത് ഒരു നീല ഫോം ഉണ്ടാവും. അതൊന്ന് ഫില്ല് ചെയ്യണം കേട്ടോ. ഇത് കയ്യിൽ വെച്ചോ. ഇല്ല സാർ, വെച്ചോ. ഞാൻ ഫില്ല് ചെയ്തിട്ട്. വേണ്ട. എനിക്ക് വിശ്വാസം സാറേ. അല്ല, എനിക്ക് വിശ്വാസം ഇല്ല, അതുകൊണ്ടാണ്. മഞ്ജു ഓനെ കണ്ടോ? കണ്ട നല്ല തെലുങ്ക് സിനിമയിലെ നായകനെ പോലെ ഉണ്ട്. 5 പൈസക്ക് വിവരില്ല. പൈസ അടക്കാൻ വേണ്ടിട്ട് ഫില്ല് ചെയ്യാൻ ഫോമില്ലേ? സ്ലിപ്പാ? അതെവിടെ? ക്യാഷ് കൗണ്ടർ റൈറ്റ്സ് എല്ലാം മേശപ്പെടുത്തുണ്ടാവും. ചോദിക്കണ്ടല്ലോ എല്ലാവരോടും. പേനോ? ഇങ്ങനത്തെ ഒരു സെറ്റ്
സാറേ പേനൊന്നും എടുത്തോട്ടെ, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3000 രൂപ അച്ഛൻ്റെ അനിയനാണ്. മാഡം ആ പേനൊന്ന് തരും, ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട്. പെണ്ണ് അവിടെ ഉണ്ടല്ലോ. അവിടെ ഇല്ല മാഡം, ഇത് കൊച്ചച്ഛനെ ഒരു 3000 രൂപ അയക്കാൻ വേണ്ടിട്ട് അച്ഛന്റെ അക്കൗണ്ടിൽ നിന്ന്. അവിടെ കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട് പെൻ. കണ്ടില്ല, അതാണ്. ഒന്നുകൂടി പോയി നോക്കിയാൽ മതി, അവിടെ തന്നെ ഉണ്ട്. ബെനഫിഷ്യറി നെയിം എന്താണ്? ബെനഫിഷ്യറി അച്ഛനായിരിക്കോ ചോദിച്ചാൽ? സാറേ, സാറേ ഈ ബെനഫിഷ്യറി എന്ന് പറഞ്ഞാല് അച്ഛനാണോ കൊച്ചച്ഛനാണോ? അത് അച്ഛനാണോ കൊച്ചച്ഛനാണോ എന്ന് എനിക്കറിയാമോ? സാറ് ഇവിടുത്തെ ഉദ്യോഗസ്ഥനല്ലേ, സാറിന് അറിഞ്ഞൂടെ പിന്നെ ഞങ്ങളെങ്ങനെ അറിയാനാ? അല്ല, 3000 രൂപ അടക്കാനാണ്, അയക്കാനാണ്. മാഡം, ഈ ബെനഫിഷ്യറി നെയിം എന്നുള്ളത് അച്ഛനാണോ കൊച്ചച്ഛനാണോ? ആർക്കാ പൈസ അയക്കണേ? പൈസ കൊച്ചച്ഛനാണ് അയക്കണത്, അച്ഛന്റെ പൈസയാണ്. അപ്പം പൈസ അയക്കണത്, പൈസ കിട്ടേണ്ടത് കൊച്ചച്ഛനാണ്. അപ്പൊ ആ പേരോടെ എഴുതിയാ മതി. കൊച്ചച്ഛൻ എഴുതണം, എന്നിട്ട് പുള്ളിയുടെ നമ്പറോടെ എഴുതണം. നമ്പർ എഴുതണം, അത്രേ ഉള്ളൂ അത് അല്ലേ? അത്രേ ഉള്ളൂ. ബെനഫിഷ്യറി കൊച്ചച്ഛനാണ് സാറേ. ബെനഫിഷ്യറി KOCH കൊച്ചച്ഛൻ, കൊച്ചച്ഛൻ. നേരായി കഴിഞ്ഞില്ലേ? ഇതേ കഴിഞ്ഞ് ഈ പേരും നമ്പറും കൂടി ഒന്ന് എഴുതി കൊടുത്താൽ മതി, ഇപ്പൊ പോകാം. എന്റെ ഒക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കാം. അവിടെ ഇരിക്കും, ദേവരൻ ആ. ഫില്ല് ചെയ്യട്ടോ. മാഡം, ഈ റെമിറ്റേഴ്സ് നെയിം എന്ന് പറഞ്ഞാല് അച്ഛനാണ്. ആരാണ് പൈസ അയക്കണത്? ആരാ പൈസ അയക്കണത് അച്ഛനാണ്, ആ കിട്ടേണ്ടത് കൊച്ചച്ഛന്. എന്റെ തന്നു വിട്ടത്. അയക്കണ ആളുടെ പേരാണ് അവിടെ എഴുതേണ്ടത്. മറ്റേത് ഫില്ല് ചെയ്തോ? ആ, ഫില്ല് ചെയ്തിട്ടുണ്ടായില്ലേ? ബെനിഫിഷ്യറി നെയിം കൊച്ചച്ഛൻ. കൊച്ചച്ഛനാ? അച്ഛന്റെ അനിയൻ. അച്ഛന്റെ അനിയന്റെ പേര് കൊച്ചച്ഛൻ എന്നാണോ? ഈ പേര് ദാമോദരനാന്ന് തോന്നുന്നു. അതെ, ഇവിടെ ഫോൺ നമ്പർ അല്ല എഴുതേണ്ടത്, അക്കൗണ്ട് നമ്പർ അല്ലേ എഴുതേണ്ടത്. അല്ല, ഫോൺ നമ്പർ എഴുതിയേ? മാഡം പറഞ്ഞ പോലെ കൊച്ചച്ഛൻ നമ്പർ എഴുതാൻ പറഞ്ഞപ്പോ കൊച്ചച്ഛന്റെ അവിടെ പൈസ കിട്ടോ, പേരെഴുതണ്ടേ? അക്കൗണ്ട് നമ്പർ അറിയാമോ? അക്കൗണ്ട് നമ്പർ അച്ഛനൊരു കടലാസിൽ എഴുതി തന്നിട്ടുണ്ടായി. അപ്പൊ നോക്കട്ടെ, കൊണ്ടുവന്നില്ലേ? ഒരുപാട് കീശയുണ്ടോ ഇദ്ദേഹത്തെ? ആ, ഇതിലെല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ടായില്, മാഡം എഴുതിക്കോ അത്. അപ്പൊ ഇത് നോക്കിട്ട് ഫില്ല് ചെയ്താ പോരായിരുന്നോ? അല്ല, മാഡം പറഞ്ഞപ്പോ കൊച്ചച്ഛൻ എഴുത്, നമ്പർ എഴുതെന്ന് പറഞ്ഞപ്പോ ഞാനത്. കൊച്ചച്ഛനല്ല, ആളുടെ പേര് എഴുതണം, അക്കൗണ്ട് നമ്പർ എഴുതണം, അച്ഛന്റെ പേര് എഴുതണം,
ഇത് കൊണ്ടുപോയിട്ടേ വേറൊരു ഫോം എടുക്കുക, എന്നിട്ട് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യും. ഇനിയും വേറെ ഫോമാ? ആ നീല കളറാ? ആ മനസ്സിലായില്ലേ ഇപ്പൊ? മാഡത്തിനൊന്ന് എഴുതാം. എനിക്കിവിടെ അതല്ല ജോലി. സാറേ എല്ലാം കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് മാഡം പറഞ്ഞ പോലെ. അതെല്ലേ? ഇനി പൈസ അടക്കണം. ആ ഹാ ഹാ. 3000 രൂപ. അല്ല, ഈ പൈസ അടയ്ക്കുന്ന ഇവിടെ അല്ല, ഇവിടെ അല്ലേ? അച്ഛന്റെ ബാങ്കിൽ നിന്ന് അയക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ കണ്ട പാട് മുഴുവൻ പെട്ടത്. അതെ. ആ പൈസ ഇവിടെ എടുക്കില്ല, അയാളെടുക്ക. പോരി ആ സാറിന്റെ അടുത്താ. ആ എന്താ കൂട്ടന്റെ പേരെന്താ? എന്റെ പേര് പ്യാരിയാ? അല്ല പേരാട്ടാ. വാ വാ, ഇവിടെ ഇരിക്കും. എന്തൊക്കെയായി? എല്ലാം കൃത്യമായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ, പിന്നെ പൈസ അടക്കണം. പൈസ അടയ്ക്കണം. എന്താ അച്ഛന്റെ പേരെന്താ പറഞ്ഞ്? സുഗതൻ. ആ, സുഗതൻ. അല്ല, എന്റെ അക്കൗണ്ടിൽ ആകെ 1000 രൂപ ബാലൻസ് ഉള്ളല്ലോ. ആ ഈ 3000 രൂപ അതിലിടണം. എന്നിട്ട് അച്ഛന് മെസ്സേജ് എന്നിട്ട് അതിൽ നിന്ന് വേണം കൊച്ചച്ഛന് വിടാൻ. ശരി. അല്ല ഞാൻ വന്നപ്പോ തൊട്ട് പറഞ്ഞു സാറിനോട്. അല്ല, അപ്പൊ അച്ഛൻ ചെക്ക് ചെക്ക് തന്നിട്ടുണ്ട്. ചെക്ക് തന്നിട്ടുണ്ട്. ആ, അപ്പൊ മോനെന്താ വേണ്ട അറിയോ? എന്റെ പേരെന്താ പറഞ്ഞേ? എന്റെ പേര്. അത് കയ്യിൽ വെക്ക്, ചെക്ക് കയ്യിൽ വെക്ക്. അവിടെ പോയിട്ടേ, അവിടെ ആ മേശപ്പുറത്ത് ഒരു വെള്ള സ്ലിപ്പ് കാണും. ആ വെള്ള സ്ലിപ്പ് എടുത്തിട്ട് പൂരിപ്പിക്കണം. അതിൻ്റെ അകത്ത് അച്ഛന്റെ പേരും അക്കൗണ്ട് നമ്പറൊക്കെ എഴുതിയിട്ട് ഈ ചെക്കും അവങ്ങ് രണ്ടും കൂടി വിടുക. അപ്പോഴേക്കും ഞാൻ പൈസ അതിനകത്ത് ഇത് അടയ്ക്കട്ടെ. അല്ല സാറേ, നീല ചെയ്ത്, നീല പോരാ, അവിടെ അക്കൗണ്ടിൽ പൈസ ഇല്ലല്ലോ. ഇത് കാര്യം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് കൊച്ചച്ഛന് പൈസ അയക്കാൻ പറ്റും.